അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഓരോ രാജ്യങ്ങളായാലും ഓരോ സ്ഥലങ്ങളായാലും ഈ മെഡിറ്ററേനിയൻ കടൽ അങ്ങനെയുള്ള അതുപോലെ സഹാറ മരുഭൂമി അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് വേണം അടയാളപ്പെടുത്താൻ. ഏകദേശം ഏത് ഏരിയയിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള മാപ്പിൽ നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കാൻ. ഓക്കെ. അപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് മെഡിറ്ററേനിയൻ കടൽ, സഹാറ മരുഭൂമി, റോം, സ്പെയിന്, മദീന, ഈജിപ്ത്. ഇപ്പം നമുക്കിങ്ങനെ ഒരു മാപ്പ് തരുമ്പോൾ നമുക്ക് ഏറ്റവും സൂക്ഷ്മമായി അത്ര കറക്റ്റിലൊന്നും ചെയ്യാൻ ആർക്കും കഴിയുന്നില്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, അവിടെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ മാർക്ക് കളയരുത്. കുറേ ടൈം പോണ കേസൊന്നുമല്ല മാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ മെഡിറ്ററേനിയൻ കടൽ ചോദിച്ചിട്ടുണ്ട്. മെഡിറ്ററേനിയൻ കടൽ വരുന്നത് ഇതാ ഇവിടെ ഈ ഭാഗമാണ് കേട്ടോ. ഇതാണ് മെഡിറ്ററേനിയൻ കടൽ. ഇതാ ഈ ഭാഗമാണ് വരുന്നത് കേട്ടോ, മെഡിറ്ററേനിയൻ കടൽ. ഇത് അടയാളപ്പെടുത്തി വെക്കുക. ഒരു കുത്തിട്ടിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ, മെഡിറ്ററേനിയൻ കടൽ എന്ന് എഴുതണം കേട്ടോ. പിന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ്, സഹാറ മരുഭൂമി, സഹാറ ഡെസേർട്ട്. സഹാറ മരുഭൂമി വരുന്നത് ഇതാ ആഫ്രിക്കയിലാണ് സഹാറ മരുഭൂമി. ഞാൻ നേരത്തെ കളർ മാപ്പിൽ കാണിച്ച് തന്നിട്ടുണ്ട്. എന്ത്, ആഫ്രിക്ക അല്ലേ, ആഫ്രിക്ക കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ആഫ്രിക്ക എന്താണെന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ ഇത് ആഫ്രിക്ക എന്ന് പറഞ്ഞ കോണ്ടിനെൻ്റ് ആണ്. ഇതൊരു രാജ്യമല്ല കേട്ടോ. സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ വേറെ രാജ്യമുണ്ട്. ഇതൊരു കോണ്ടിനെൻ്റ്, അതായത് ഇതൊരു ഭൂഖണ്ഡം. അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ അടങ്ങിയൊരു ഭൂഖണ്ഡമാണ് എന്ത്, ഈ ആഫ്രിക്ക. അതിൽ നമ്മളോട് ചോദിച്ചത് എന്താണ്, സഹാറ മരുഭൂമി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പം ഏകദേശം ഇതാ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ റേഞ്ചായിട്ട് എന്ത് വരുന്നുണ്ട്, സഹാറ മരുഭൂമി വരുന്നുണ്ട്. അപ്പം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വര കൊടുത്ത് ഒരു അതിർത്തിയൊക്കെ കൊടുത്തിട്ട് സഹാറ മരുഭൂമിന്ന് എന്ത് ചെയ്യുക, ഉള്ളിൽ എഴുതി വെക്കുക കേട്ടോ, സഹാറ മരുഭൂമിന്ന് എഴുതി വെക്കുക. ഓക്കെ. ഈ മുകൾ ഭാഗത്താണ് സഹാറ വരുന്നത്, മുകൾ ഭാഗത്താണ് വരുന്നത്, ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് ചോദിക്കുന്നത് സ്പെയിനാണ്. സ്പെയിൻ. അപ്പോൾ സ്പെയിൻ നമ്മൾ കളർ മാപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്പെയിൻ എവിടെയാണ് വരുന്നത്, ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സ്പെയിൻ വരുന്നത് അല്ലേ. അപ്പം സ്പെയിന് നമ്മൾ അടയാളപ്പെടുത്തണം. മെഡിറ്ററേനിയൻ കടൽ നമ്മൾ എവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതാണ് മെഡിറ്ററേനിയൻ കടൽ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്പെയിൻ എവിടെയാണ് വരുന്നത്, ഇതാണ് സ്പെയിൻ, ഇവിടെയാണ് സ്പെയിൻ വരുന്നത് കേട്ടോ. സ്പെയിൻ എന്ന് അടയാളപ്പെടുത്തി വെക്കണേ. ഞാൻ പേരെഴുതി വെക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുമ്പോൾ അപ്പം തന്നെ പേര് എഴുതി വെക്കുക. വീണ്ടും വീണ്ടും ഈ വീഡിയോസ് കാണണം, എന്നാലേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പഠിച്ച് ബോറടിക്കുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് നേരം മാപ്പിൻ്റെ വീഡിയോ കാണുക, എന്നാൽ ആ സംഭവം അങ്ങനെ ഓർമ്മയിൽ നിൽക്കുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അടുത്തത് റോം ചോദിക്കുന്നുണ്ട്. റോം എവിടെയായിട്ട് വരും, റോം ഇറ്റലിയിലാണ് കേട്ടോ റോം. അപ്പോൾ നമുക്ക് ഇറ്റലി വരുന്നത് എവിടെയാണ്, മെഡിറ്ററേനിയൻ കടലിൻ്റെ നോർത്ത് ഭാഗത്തായിട്ടാണ് ഇറ്റലി വരുന്നത്. നമുക്കറിയാം മെഡിറ്ററേനിയൻ കടൽ ഇതാണ്. അപ്പോൾ ഇവിടെ നോർത്ത് ഭാഗത്തായിട്ടാണ് ഇറ്റലി വരുന്നത്. അപ്പോൾ ഏതാണ് ഇറ്റലി, ഇതാണ് ഇറ്റലി കേട്ടോ. ഇത് ഞാൻ ഈ തൊട്ട് കാണിക്കുന്ന ഇതാണ്, ഏതാണ് ഇറ്റലി, സോറി കേട്ടോ, ഇതാണ് ഇതാണ് ഇറ്റലി വരുന്നത്. ഇതാണ് ഇറ്റലി കേട്ടോ. അപ്പോൾ ഇറ്റലിന്ന് ഇവിടെ കൊടുക്കുക കേട്ടോ, ഇറ്റലി. ഇനി അടുത്തത് ചോദിക്കുന്നത് മദീനയാണ്. മദീന നമ്മൾ എവിടെയായിട്ട് അടയാളപ്പെടുത്തണം, മദീന ഇവിടെയാണ് ഈ ഔട്ട്ലൈൻ മാപ്പിൽ ഈ ഭാഗത്തിലെ ഇവിടെയാണ് എന്ത് വരുന്നത്, ഇവിടെ അതിൻ്റെ ഇടയിൽ ഈ ആഫ്രിക്കൻ
കോണ്ടിനെൻറ്റിൻ്റെ ഈ ഇടയിൽ ഇവിടെ എന്തുണ്ട്, റെഡ് സീ ഉണ്ട്, റെഡ് സീ. അപ്പോൾ റെഡ് സീൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് എന്ത് വരുന്നത്, സൗദി അറേബ്യ വരുന്നത്. ഇതെന്താണ്, സൗദി അറേബ്യ. ഇവിടെ ഒമാൻ ഉണ്ട് കേട്ടോ, ഇവിടെ ഒമാൻ ഉണ്ട്, ഒമാൻ ഉണ്ട്. ഇവിടെ ആയിട്ട് എന്തുണ്ട്, ഒമാൻ കിടക്കുന്നുണ്ട് കേട്ടോ, ഒമാൻ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് സൗദി വരുന്നത്, സൗദി. അപ്പോൾ ആ സൗദിയിലാണ് എന്തുള്ളത്, മദീനയാണെങ്കിലും മക്ക ചോദിച്ചാലൊക്കെ സൗദിയിലാണ് കൊടുക്കേണ്ടത് കേട്ടോ. സൗദി അറേബ്യയിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എല്ലാം കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോൾ മദീന ചോദിച്ചാലും മക്ക ചോദിച്ചാലൊക്കെ സൗദി അറേബ്യയിൽ കൊടുക്കുക. സൗദി അറേബ്യ ദാ ഈ ഭാഗത്താണ് വരുന്നത് കേട്ടോ, സൗദി അറേബ്യ. ഓക്കെ അല്ലേ? ഇനി വരുന്നത് ഈജിപ്ത് ചോദിക്കുന്നുണ്ട്. ഈജിപ്ത് നമുക്കറിയാം എവിടെയാണ്, ആഫ്രിക്കയിലാണ് ഈജിപ്ത് വരുന്നത് അല്ലേ, ആഫ്രിക്കയിലാണ് ഈജിപ്ത് വരുന്നത്. അപ്പോൾ അത് ഇതാ ആഫ്രിക്കൻ്റെ നോർത്ത് ഭാഗത്തായിട്ടാണ് ഈജിപ്ത് വരിക. അതായത് മെഡിറ്ററേനിയൻ കടൽ ഇവിടെ ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എന്ത് വരുന്നുണ്ട്, ഈജിപ്ത് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലായിട്ടാണ് എന്ത് വരുന്നത്, ഈജിപ്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഈജിപ്ത് എന്ന് അടയാളപ്പെടുത്തി വെക്കുക, ഈജിപ്ത്. ഓക്കെ.